വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ദി ഹങ്കർ ട്രാവലർ. ഇന്നത്തെ റെസിപ്പി നല്ല നാടൻ ഉള്ളി സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും സാമ്പാർ ഉണ്ടാക്കാൻ അറിയുന്നതാണ്. പക്ഷേ സാധാരണ സാമ്പാർ ഉണ്ടാക്കുന്ന പോലെയല്ല ഉള്ളി സാമ്പാർ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നല്ല നാടൻ ടേസ്റ്റിലുള്ള ഉള്ളി സാമ്പാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുത്തു വെച്ചിട്ടുണ്ട്. വാളംപുളി നിങ്ങളുടെ പുളിക്ക് അനുസരിച്ചിട്ടാണ് ചേർക്കേണ്ടത്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതായതുകൊണ്ട് നല്ലോണം പുളി ഉണ്ടാവും. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു 50 ചെറിയുള്ളിയാണ്. സാധാരണ നിങ്ങൾ വലുതാണ് എടുക്കാറുള്ളതെങ്കിൽ 25 എണ്ണം എടുത്താൽ മതിയാവും. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു പച്ചമുളകും 4 വറ്റൽമുളക് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി എടുത്തിട്ടുള്ളത് 1/2 കപ്പ് തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഇഞ്ചിയാണ്. വളരെ കുനുകുനാന്ന് അരിഞ്ഞിട്ട് 1/4 ടീസ്പൂൺ മാത്രം, വളരെ കുറവ് മാത്രമേ ഇടാൻ പാടുള്ളൂ. 1/2 ടേബിൾ സ്പൂൺ ശർക്കര ചീവിയത് നമുക്ക് ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/4 ടേബിൾ സ്പൂൺ കായപ്പൊടി. ഞാനിവിടെ വാങ്ങിക്കുന്ന കായപ്പൊടിയാണ്. നിങ്ങൾക്ക് കട്ടയായിട്ടുള്ളതാണെങ്കിൽ അതൊന്ന് പൊടിച്ചെടുക്കുക വറുത്തിട്ട്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ഉലുവ. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതേപോലെ 5 ടീസ്പൂൺ സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഉള്ളി സാമ്പാറിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ. ആദ്യം തന്നെ ഈ വാളംപുളി നമുക്കൊന്ന് വെള്ളത്തിലിട്ടിട്ട് കുതിർക്കാനായിട്ട് വെക്കാം. അപ്പോൾ കുറച്ച് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അത് തിരുമ്മിയിട്ട് അതവിടെ വെക്കാം. പിന്നെ നമ്മൾ സാമ്പാർ വേവിക്കുന്ന സമയത്ത് അതിലേക്ക് അരിച്ചൊഴിച്ചാൽ മതിയാവും. തൂരപ്പരിപ്പ് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ളത് പരിപ്പിൻ്റെ ജസ്റ്റ് മുകളിൽ വെള്ളം തന്നാൽ മതി. പിന്നെ ഒഴിക്കുന്നത് 2 തുള്ളി വെളിച്ചെണ്ണയാണ്. പിന്നെ ഒരു വറ്റൽമുളക്. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പരിപ്പ് വെന്ത് കിട്ടും. ഉപ്പൊന്നും ഇതിൽ ചേർക്കരുത് ഇപ്പോൾ. ഇനി നമ്മൾ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഒരു മൺചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ആദ്യം ഇടുക. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അതായത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. പുള്ളിയുടെ കളറൊക്കെ മാറിയിട്ട് ഒരു വൈറ്റ് കളറായിട്ടുണ്ട്. അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് നേരം വഴറ്റിയെടുക്കാം. അല്ലാണ്ട് വെന്ത് ഉടയേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് നേരം വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ പുളി കുതിർത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് അരിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുകയാണ്. ഇപ്പോൾ 1 കപ്പോളം വെള്ളം ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ചീവിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളുടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന സാമ്പാർ പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ഉള്ളിയൊക്കെ വെന്ത് വരുന്നത് വരെ വേവിച്ചെടുക്കണം. മഞ്ഞൾപ്പൊടി ഞാൻ ഇൻഗ്രീഡിയൻസിൽ പറയാൻ മറന്നതാണ്. അതുകൊണ്ട് ഞാൻ അതിനകത്ത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പറയുകയാണ്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പും അതിൻ്റെ ഒപ്പം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കുകയാണ് വേണ്ടത്. ഈ പരിപ്പ് ചേർക്കുമ്പോൾ 2 കാര്യങ്ങളാണുള്ളത്. ഞാനിവിടെ പരിപ്പ് എനിക്ക് കടിക്കാൻ കിട്ടണം. അതായത് നന്നായി വെന്ത് സാധാരണ സാമ്പാറിന് ഉണ്ടാക്കുന്ന പോലെയല്ല ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ്. സാധാരണ എല്ലാവരും നന്നായിട്ട് പരിപ്പ് ഉടച്ചെടുക്കും. അതേപോലെ ഞാനിവിടെ ചെയ്തിട്ടില്ല. അങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ പരിപ്പ് നല്ലോണം കുക്കറിലിട്ട് വേവിക്കുക. ഇത് ഞാനൊരു 2 വിസിലൊക്കെ ആയപ്പോഴേക്കും ഓഫ് ചെയ്തു. അപ്പോൾ എനിക്ക് കറക്റ്റ് പാകത്തിന് പരിപ്പ് കിട്ടി. മുഴുവൻ പരിപ്പ് അതിനകത്ത് കിടക്കുന്ന രീതിയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് നിങ്ങൾക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഈ സമയത്ത് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് ഗ്രേവി തിക്കായി കിട്ടുന്ന വരെ നിങ്ങൾക്ക് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മളുടെ താളിപ്പ് ചേർക്കാം. അതായത് കടുക്, ഉലുവ, കറിവേപ്പില, വറ്റൽമുളക് ഇതൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് അത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അടിപൊളി നാടൻ ടേസ്റ്റിലുള്ള ഉള്ളി സാമ്പാർ റെഡിയായി. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.